1 എന്ന നിലയിലായിരുന്നു ദക്ഷിണാഫ്രിക്ക. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്ത 3:50. True stories with me. Presented by Malabar Gold and Diamonds. Malabar Gold and Diamonds. Jewelry Maintenance Carnival. നിങ്ങളുടെ ആഭരണങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാൻ ഇതാ ഒരു സുവർണ അവസരം. Energized by Traveler trolley bags, school bags and backpacks. Traveler, ready to move. Basically, you know, I am a Mohanlal fan. Okay. Anyways, രണ്ടാമത്തെ ഉത്തരം. Wherever you go, I am there. Wherever you go, I am there. ഇത് കേട്ടിട്ടില്ലേ? അറിയാം. അതൊരു ചോദ്യമായിട്ട് പോരട്ടെ. Wherever you go, I am there. ഗാദാജി. അത് തന്നെ. അപ്പൊ അതൊരു ചോദ്യമായിട്ട് പറഞ്ഞു. പന്തിന സിനിമയിൽ മോഹൻലാൽ ഹീറോയിനോട് പറയുന്ന ഓക്കെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാല് വന്ദന സിനിമയില് മോഹൻലാല് ഗിരിജ ഷെട്ടറിനോട് ഈ പരസ്യത്തിന്റെ ടാഗ് ലൈൻ ആയിട്ട് പറയുന്ന വന്ദന സിനിമയിൽ ഹീറോയിനോട് മോഹൻലാൽ ചോദിക്കുന്ന പരസ്യത്തിന്റെ ടാഗ് ലൈൻ ഏതാണ്? യെസ് കറക്റ്റ്. വൗ സൂപ്പർ ക്വസ്റ്റ്യൻ. ഓക്കെ രഞ്ജിത്ത്, മൂന്നാമത്തെ ഉത്തരം. ഒഥെല്ലോ സുരേഷ് ഗോപി. ഇതാണ് ഉത്തരം. കളിയാട്ടം സിനിമയില് ഒഥെല്ലോ സുരേഷ് ഗോപി. കളിയാട്ടം സിനിമയിലെ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ പേരല്ല. അതല്ല അതിന്റെ ഉത്തരം. അതാണോ അതിന്റെ ഉത്തരം? ഒഥെല്ലോന്നും സുരേഷ് ഗോപി എന്നാണ് ഞാൻ പറഞ്ഞത്. ഒഥെല്ലോ സുരേഷ്, കളിയാട്ടം സുരേഷ് ഗോപി എന്നല്ല ഞാൻ പറഞ്ഞത്. ഒഥെല്ലോ സുരേഷ് ഗോപി എന്നാ പറഞ്ഞത്. ആരുടെയാണ് ഈ നോവല്? ഓക്കെ, ഇനി പറയൂ. കളിയാട്ടം എന്ന മൂവി ഏത് ഷേക്സ്പിയർ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഓക്കെ. അയ്യോ, ഒരു വിധം നമ്മളത് ഒപ്പിച്ചെടുത്തു. ഓക്കെ രഞ്ജിത്ത്, അപ്പോ ഫാത്തിമ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് തരുന്ന 150 ദിറത്തിന് ഷോപ്പ് ചെയ്യാനുള്ള വൗച്ചർ സമ്മാനമായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു 50 ദിറം ശരിക്കും എനിക്കാണ് വേണ്ടത്. വേണ്ട, ഞാൻ സഹിച്ചു. രഞ്ജിത്തല്ലേ, പോട്ടെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ആൻഡ് റെസ്റ്റ് ഓഫ് ദി ഡേ എൻജോയ് ചെയ്യൂ. ഓഫ് ഡേ. പിന്നെ ഏത് പാർട്ടിൽ നിന്ന് വേണേലും പർച്ചേസ് ചെയ്യാം. എന്ത് വേണേലും, ഗ്രോസറി ആണെങ്കിലും ക്ലോത്ത്സ് ആണെങ്കിലും എനിത്തിങ് യു ക്യാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് രഞ്ജിത്ത്. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചിലരൊക്കെ ടെൻഷൻ പറയുന്നത് വളരെ ഈസി ക്വസ്റ്റ്യനല്ലേ പറയാൻ പറ്റും. ശരിക്കും അനുഭവപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്.